സെപ്പറേഷ്യ ആണവ നിലയത്തിൽ വീണ്ടും ബാഹ്യ വൈദ്യുത ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ട സംഭവം ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കം മുതൽ നിരന്തരമായ ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും നടുവിലാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഈ ആണവ നിലയം നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം സമീപത്തെ സബ്സ്റ്റേഷന് നേരെയുണ്ടായ റഷ്യൻ ഷെല്ലാക്രമണത്തെ തുടർന്നാണ് നിലയത്തിലേക്കുള്ള മുഴുവൻ ബാഹ്യ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടത്. ഇതോടെ നിലയത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഡീസൽ ജനറേറ്ററുകളിലേക്ക് പ്രവർത്തനം മാറ്റാൻ അധികൃതർ നിർബന്ധിതരായി. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായല്ല സപ്പറേഷ്യ ആണവ നിലയം പൂർണ്ണമായും ഇരുട്ടിലാക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഈ സായുധ സംഘടന ആരംഭിച്ചതിനു ശേഷം ഇത് 19ാം തവണയാണ് നിലയത്തിന് ബാഹ്യ വൈദ്യുത ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെടുന്നത്. യുദ്ധഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആണവ നിലയത്തിന്റെ സുരക്ഷ എത്രത്തോളം ദുർബലമാണെന്ന് അടിവരയിടുന്നതാണ് തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ബ്ലാക്ക് ഔട്ടുകൾ. ആണവ നിലയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണെങ്കിലും അതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ചലിപ്പിക്കാൻ ബാഹ്യ വൈദ്യുതി അത്യന്താപേക്ഷിതമാണ്. ഒരു ആണവ നിലയത്തെ സംബന്ധിച്ചിടത്തോളം റിയാക്ടറുകൾ ഓഫ് ആണെങ്കിൽ പോലും അവയിലെ ഇന്ധനവും ഉപയോഗിച്ചു കഴിഞ്ഞ ഇന്ധനശേഖരവും നിരന്തരം തണുപ്പിച്ചു നിർത്തേണ്ടതുണ്ട്. ഇതിനായി വൻതോതിലുള്ള വെള്ളം പമ്പ് ചെയ്യുന്ന കൂളിംഗ് സംവിധാനങ്ങൾ തുടർച്ചയായി പ്രവർത്തിക്കണം. ഈ പമ്പുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതിയാണ് ബാഹ്യ ഗ്രിഡിൽ നിന്നും നിലയത്തിലേക്ക് എത്തിക്കുന്നത്. ബാഹ്യ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി പൂർണ്ണമായും നിലയ്ക്കുമ്പോൾ മാത്രമാണ് അടിയന്തര ബാക്കപ്പ് സംവിധാനമായ ഡീസൽ ജനറേറ്ററുകൾ ഓൺ ചെയ്യുന്നത്. നിലവിൽ ഒരൊറ്റ ബാക്കപ്പ് പവർ ലൈനിനെ മാത്രം ആശ്രയിച്ചായിരുന്നു നിലയം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ പുതിയ ആക്രമണത്തോടെ ആ ലൈനും തകർന്നത് നിലയത്തെ അതീവ അപകടകരമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ബാഹ്യ വൈദ്യുതി ലൈനുകൾ ഇല്ലാതാവുകയും ഡീസൽ ജനറേറ്ററുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്നത് വലിയൊരു ദുരന്തത്തിലേക്കുള്ള വഴിത്തുറക്കലാണെന്ന് UN ആണവ വാച്ച് ഡോഗ് മുന്നറിയിപ്പ് നൽകുന്നു. ജനറേറ്ററുകളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ ഉണ്ടായാൽ കൂളിംഗ് സംവിധാനം പൂർണ്ണമായും നിശ്ചലമാകും. കൂളിംഗ് സംവിധാനങ്ങൾ മിനിറ്റുകളോളം തടസ്സപ്പെട്ടാൽ പോലും റിയാക്ടറുകൾക്കുള്ളിലെ താപനില ക്രമാതീതമായി ഉയരാൻ തുടങ്ങും. ഇത് ഇന്ധനദണ്ഡുകൾ ഉരുകുന്നതിനും അന്തരീക്ഷ തലത്തിലേക്ക് വൻതോതിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടുന്നതിനും കാരണമായേക്കാം. മുൻപ് ചെർണോബിലും ഫുകുഷിമയിലും ഉണ്ടായതുപോലെയുള്ള ഒരു ആണവ ദുരന്തം ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീസൽ ജനറേറ്ററുകളെ ദീർഘകാലം ആശ്രയിക്കുന്നത് ഒട്ടും സുരക്ഷിതമായ മാർഗമല്ല. സപ്പറേഷ്യ നിലയത്തിന്റെ പ്രധാന 750 കിലോവാട്ട് ഡിനിപ്രോവ്സ്ക പവർ ലൈൻ നേരത്തെ തന്നെ തകരാറിലായിരുന്നു. ഇത് നന്നാക്കാനായി റഷ്യയും യുക്രൈനും തമ്മിൽ തദ്ദേശീയമായി ഒരു താൽക്കാലിക വെടിനിർത്തലിന് പോലും ധാരണയായിരുന്നു. എന്നാൽ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതിന് തൊട്ടു മുൻപാണ് 330 കിലോവാട്ടിന്റെ ഫെറോസ്പ്ലാന 1 ബാക്കപ്പ് ലൈൻ കൂടി തകർക്കപ്പെടുന്നത്. ഇത് ആണവ നിലയത്തിന് ചുറ്റുമുള്ള സൈനിക നടപടികൾ എത്രത്തോളം അനിയന്ത്രിതമാണെന്ന് വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേധാവി റാഫേൽ ഗ്രോസി ഈ സംഭവത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധമുഖത്ത് വൈദ്യുതി ഗ്രിഡുകൾ നേരിടുന്ന തകർച്ച ആണവ സുരക്ഷയ്ക്ക് നിരന്തരമായ ഭീഷണിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആണവ നിലയത്തിന് സമീപമുള്ള സൈനിക പ്രവർത്തനങ്ങളിൽ ഇരുവിഭാഗവും അങ്ങേയറ്റം സംയമനം പാലിക്കണമെന്നും ഒരു ആണവ അപകടം ഒഴിവാക്കാൻ അടിയന്തര ഇടപെടലുകൾ ആവശ്യമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കി. നിലവിൽ IAEA വിദഗ്ധർ നിലയത്തിൽ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. നിലയത്തിൽ ആവശ്യത്തിന് ഡീസൽ ശേഖരമുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യുദ്ധം കൊടുമ്പിരികൊള്ളുന്ന ഒരു പ്രദേശത്തേക്ക് കൂടുതൽ ഇന്ധനം എത്തിക്കുക എന്നത് പ്രായോഗികമായി കടുത്ത വെല്ലുവിളിയാണ്. ദിവസങ്ങളോളം ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനം തീർന്നു പോയാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ ഉത്തരമില്ല. കൂടാതെ നിരന്തരമായ ആക്രമണങ്ങൾ നിലയത്തിലെ ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും സുരക്ഷാ നിർവഹണത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. റഷ്യയും യുക്രൈനും ഈ തകർച്ചയുടെ ഉത്തരവാദിത്വം പരസ്പരം ചാരി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള നിലയത്തിന് നേരെ യുക്രൈൻ മനഃപൂർവ്വം ആക്രമണം നടത്തുകയാണെന്ന് റഷ്യ ആരോപിക്കുമ്പോൾ റഷ്യൻ അധിനിവേശം ഷെല്ലാക്രമണവുമാണ് ദുരന്ത ഭീതിക്ക് കാരണമെന്ന് യുക്രൈൻ വാദിക്കുന്നു. എന്നാൽ പരസ്പരമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു ആണവ ദുരന്തത്തിന്റെ നിഴലിലാണ് യൂറോപ്പ് ഇപ്പോൾ നിൽക്കുന്നത്. ബാഹ്യ വൈദ്യുതി പാതകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ യുദ്ധവിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും സാന്നിധ്യം കാരണം പലപ്പോഴും തടസ്സപ്പെടുകയാണ്. നിലയത്തിന് ചുറ്റുമുള്ള പ്രദേശം മൈനുകൾ നീക്കം ചെയ്ത് സുരക്ഷിതമാക്കിയാൽ മാത്രമേ എഞ്ചിനീയർമാർക്ക് അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കൂ. എന്നാൽ വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെടുന്നത് ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്.
ഈ പുതിയ പ്രതിസന്ധി അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. സെപ്പോറേഷ്യയിലെ ആണവ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഓരോ ദിവസവും ലംഘിക്കപ്പെടുകയാണ്. വൻ ശക്തികൾ തമ്മിലുള്ള സായുധ പോരാട്ടത്തിനിടയിൽ ഒരു ആണവ നിലയം അകപ്പെടുന്നത് മനുഷ്യരാശിക്ക് തന്നെ എത്രത്തോളം വലിയ അപകടമാണെന്ന് ഈ 19ാം ബ്ലാക്ക് ഔട്ട് വീണ്ടും തെളിയിക്കുന്നു. തകരാറിലായ പവർ ലൈനുകൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കുക മാത്രമാണ് ഈ നിമിഷത്തിൽ താൽക്കാലികമായെങ്കിലും അപകടം ഒഴിവാക്കാനുള്ള ഏക വഴി. അതിനായി ഇരു രാജ്യങ്ങളും കടുപ്പമേറിയ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളിലൂടെ മാത്രമേ സപ്പറേഷ്യ ആണവ നിലയത്തിന് ചുറ്റും ഒരു സുരക്ഷിത മേഖല യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ എന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. ആണവ മലിനീകരണ ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അയൽ രാജ്യങ്ങളും കടുത്ത ജാഗ്രതയിലാണ്. ഒരു ചെറിയ പാളിച്ച പോലും വൻതോതിലുള്ള റേഡിയേഷൻ വ്യാപനത്തിന് കാരണമാകുന്നതിനാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾക്ക് വേഗത കൂട്ടേണ്ടത് അനിവാര്യമായിരിക്കുന്നു. വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങളും അറ്റകുറ്റപ്പണികളുടെ പുരോഗതിയും ഈ പ്രതിസന്ധിയുടെ ആഴം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.